അടുത്ത ഹെഡ്ലൈറ്റ് പോകാനുള്ള സമയമായിട്ടുണ്ട്. പോലെ മച്ചാനെ ആടാ വാ, ഇറക്കി വാ, ആ വഴി തന്നെ വാ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും അഗൈൻ വെൽക്കം ബാക്ക് ടു സ്റ്റുവർട്ട് ഗെയിമിംഗ് ഗൈസ്. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ BeamNG ആയിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഈ വണ്ടി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു ഓഫ് റോഡ് മൂഡിലാണ് ഗൈസ് നമ്മൾ എന്നുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് നമ്മുടെ ശ്രീഹരി ഉണ്ട്. ഞാൻ എടുത്തിട്ടുള്ള വണ്ടി എന്ന് പറയുന്നത് ഫോർച്യൂണർ ആണ്. അതുപോലെ നമ്മുടെ ശ്രീഹരി ജീപ്പ് റാംഗ്ലറുമായിട്ടാണ് ഗൈസ് വന്നിട്ടുള്ളത്. അവൻ്റെ വണ്ടി നമ്മളെ പിറകെ കിടപ്പുണ്ട്. എന്തൊക്കെയോ ചെറിയ കംപ്ലൈൻസ് ഉള്ളതുകൊണ്ട് ചെറുക്കൻ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഏതാനും നിമിഷത്തിനകം ഇവിടെ വരുന്നതായിരിക്കും ഗൈസ്. നമ്മൾ റാംഗ്ലർ കയറുന്ന എല്ലാ സ്ഥലവും നമ്മുടെ ഫോർച്യൂണറിനും കയറാൻ പറ്റുമെന്നാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ റാംഗ്ലർ ആണെങ്കിൽ ഇച്ചിരി സ്പെക്ക് കൂടിയ വണ്ടിയാണ്. അതിൽ അത്യാവശ്യം നല്ല കിടിലൻ ടയേഴ്സും സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്ഥലങ്ങളൊക്കെ കയറി പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ ഫോർച്യൂണർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ഫാമിലി വണ്ടിയാണ്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഓഫ് റോഡിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പോൾ അതും നമ്മളൊരു കമ്പാരിസൺ വീഡിയോ ആണിത്. അപ്പോൾ ഗൈസ്, ചാനൽ പുതുതായിട്ട് വന്നിട്ടുള്ള എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പുതുതായിട്ട് വന്നിട്ടുള്ള എല്ലാവരും ഒന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഗൈസ്. അപ്പോൾ അതുപോലെ നമ്മൾ കൂടുതൽ പറഞ്ഞു പോരടിപ്പിക്കില്ല ഗൈസ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പോ ഫോർച്യൂണർ വേഴ്സസ് റാംഗ്ലർ. അളിയാ ഫ്രണ്ടി നോക്കോ, നീ ഇപ്പഴേ ഇറക്കണം, നോക്കി ഇറങ്ങണം കേട്ടാ. കാരണം വെച്ചാൽ കുത്തിറക്കമാണ് വണ്ടി. ഒരുപാട് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ പണി വാളും. അളിയാ ഞാൻ ഇതാന്ന് പറഞ്ഞത് ഗൈസ്. നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാട്ടാ. അപ്പോൾ ഐശ്വര്യമായിട്ട് തുടങ്ങാൻ പോവാണ്. ലെറ്റ്സ് ഗോ. സ്റ്റാർട്ട് ആണല്ലോ പണ്ടാരം ഗൈസ്. ഈ വണ്ടിയുടെ സൗണ്ട് എന്ന് പറയാ, ഇതിന്റെ സൗണ്ട് കണ്ടാ. ഡീസൽ എഞ്ചിനാണ് ഗൈസ്, ഡീസൽ എഞ്ചിൻ. പുക പോകുന്നുണ്ട ബാക്കിൽ കൂടെ. ലെറ്റ്സ് ഗോ. ഇറങ്ങിപ്പോ ബാക്കി ഇറങ്ങിയിട്ട് ആദ്യം ഇറങ്ങുമോ നോക്കി വണ്ടി. ഓളിയാ ഗൈസ്, വണ്ടിക്ക് വലിയ ഡാമേജ് ഒന്നും വരുത്താതെ നമുക്ക് പോകണം കേട്ടാ. ഈ വണ്ടി സേഫ് ആയിട്ട് നമുക്ക് എത്തിക്കണം. അതാണ് നമ്മുടെ മെയിൻ പരിപാടി. ലെറ്റ്സ് ഗോ. ഇപ്പോഴേ ബാക്ക് ബമ്പർ ഇടിച്ചളിയാ. ഇതുപോലെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓളിയോ ഗൈസ്, മൊത്തം പാറയാണ് കേട്ടാ. നോക്കി ഇറക്കിയില്ലെങ്കിൽ ബാക്ക് ബമ്പറിന്റെ കാര്യത്തിൽ മിക്കവാറും ഇപ്പൊ തന്നെ തീരുമാനമാവും. അടുത്ത ഇറക്കം നോക്കിയേ. എന്റെ അമ്മോ, നല്ല ഇറക്കമാണേ. ലെറ്റ്സ് ഗോ. നമുക്ക് പതിയെ ഇറക്കാം. ഓളിയോ അവൻ പോകുന്നുണ്ട്. അവന് വലിയ പ്രശ്നമൊന്നും വരാൻ വിചാരിച്ചില്ല. അത് ഇച്ചിരി സൈസുള്ള ടയറാ. അത് ക്രൗളറാണ് ഗൈസ്, എവിടെ വേണേ കയറി പോകും. പക്ഷെ നമ്മളെ വണ്ടിയാണ് പാടുപെടുന്നത്. Let's go. ഗൈസ്, ടയർ പിടിച്ചാട്ടാ. അടി പിടിച്ച് വണ്ടി അടി പിടിച്ച്. ഓളിയാ അനങ്ങുന്നില്ല. നിങ്ങളാ വിസിൽ സൗണ്ട് കണ്ട ടർബോന്റെ. പതിയെ ഇറക്കാട്ടാ വെച്ച്. നമ്മള് ക്ലച്ച് മാത്രം പതിയെ വിട്ടുകൊടുത്താൽ മതി. വണ്ടി പോകുന്നുണ്ട്, വേറെ കുഴപ്പമില്ലാണ്ട്. അളിയ വീണ്ടും കുടുങ്ങിയടേ ബാക്ക്. ലെറ്റ്സ് ഗോ. എന്റെ പള്ളി എടാ, എന്തൊക്കെയാ സാധനം ഇളകി പോകുന്നു. ഞാൻ തിരിച്ച് മുകളിലോട്ട് കയറാൻ നോക്കുന്നുണ്ട്, പക്ഷെ കേറുന്നില്ല. ഇത് ഇച്ചിരി സീനുള്ള സ്ഥലമാണ് ഗൈസ്. നമ്മള് മറ്റേ കേറുന്ന സാധനം ഉണ്ടല്ലോ, അതാണെന്ന് തോന്നുന്നു ഇളകി പോയത് വണ്ടിന്ന്. അളിയാ ഞാൻ എന്താ വരുന്നുണ്ട്. ഫ്രണ്ട് അതുപോലെ ഉണ്ടാടേ, കുഴപ്പമില്ല കേട്ടോ. ഉണ്ട്. ലെറ്റ്സ് ഗോ. എന്റെ പള്ളി. ഇറങ്ങിക്കോ. പ്രശ്നമാണ് കേട്ടോ കഴിച്ച്. ഈ സ്ഥലമൊക്കെ മരവാടാ. ഇനി അങ്ങോട്ട് മരവാ. ഇറങ്ങുന്നില്ലേ എടാ, നിന്റെ വണ്ടിയിലെല്ലാം കരിഞ്ഞിരിക്കുവാടാ. ഇപ്പോഴേ കരിഞ്ഞ കേട്ടാ. ഇത് അവിടെ എത്തുമോ തോന്നല്ല. ഇവന്റെ കയ്യിലായതുകൊണ്ട് പറയാൻ പറ്റൂല കേട്ടാ. നമ്മൾ പതിയെ നോക്കി ഇറക്കുന്നുള്ളൂ. കാരണം ഈ വണ്ടി നമുക്ക് ഇച്ചി ഒരു കുഴപ്പമില്ലാണ്ട് കൊണ്ടുപോകുന്നുണ്ട്. ഓളിയോ സ്റ്റെപ്പ് പോലുള്ള ഇറക്കുവാണേ. ലെറ്റ്സ് ഗോ. ഇറങ്ങിപ്പോ. അളിയാ റിവേഴ്സ് എടുത്ത് കയറാം. ആ റൂട്ട് കയറാം, നമുക്ക് ഈ വഴി കയറണ്ട. വരട്ടെ.
ബമ്പറിന്റെ കാര്യത്തിൽ തീരുമാനമാവും. ഓ കുഴപ്പമില്ല, സോറി ചേട്ടാ. പെട്രോൾ എല്ലാം ഫില്ലല്ലേടാ അതുവരെ പോകണ്ട? അതൊക്കെ ഓക്കെയാണ് ഗൈസ്. നമ്മള് ഇല്ലെങ്കിൽ നമ്മൾ വണ്ടിയുടെ മണ്ടയിൽ കുറെ 2 ടാങ്ക് കയറ്റിട്ടുണ്ട്, അത്യാവശ്യത്തിന് വേണമെങ്കിൽ എടുക്കാട്ടാ. ഇവിടെയൊക്കെ പ്രശ്നമാട്ടാ ഗൈസ്. നമ്മള് ബമ്പറും കൊണ്ട് ഈ ഇറക്കമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാലേ നമ്മളെ ബമ്പറും കൊണ്ടേ പോവും. ആ വഴി കയറ്റി ഇറക്കണം ഗൈസ്, നേരിട്ട് ഇറക്കി കഴിഞ്ഞാൽ പണിയാകും. മറിയല്ലേ, ലെറ്റ്സ് ഗോ. അത്രേ ഉള്ളൂ. ചെറിയ പേടിയുണ്ട് കേട്ടോ ഈ വഴി ഇറക്കുമ്പോ, മറിഞ്ഞാ പണിയാന്ന്. ഇവിടെ ഒരു കയറ്റമുണ്ടല്ലോ. വായോ 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 വായോ. എവിടെ അളിയാ? നല്ല കയറ്റമാണോ? ഇല്ല, ഞാൻ ഇതൊന്ന് ഇറങ്ങിക്കോട്ടെ, ഇതാ വരുന്നു. ഇവിടെയൊക്കെ സ്മൂത്ത് ആയിട്ട് ഇറങ്ങി കേട്ടാ. ബാക്കിലത്തെ ബമ്പറും ഫ്രണ്ട് ബമ്പറും എന്തായാലും പോകും കേട്ടാ. എടാ നിന്റെ വണ്ടി തന്നെ കേറുന്നില്ല, അപ്പൊ എന്റെ കാര്യം പറയണ്ട കേട്ടാ. മാറ, ഞാൻ ഒന്ന് കേറിയോട്ടെ. കേറുന്നില്ലേ അത്? കേറേണ്ടതാണല്ലോ. ഒളിവിന് ഓണാക്കി കയറ്റി 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 അത് കേറിക്കോളും. അത് തന്നെ ഇത്രയും സ്ട്രഗിൾ ചെയ്താട്ടാ കേറണേ. നമ്മളെ ഫോർച്യൂണർ കയറുമെന്ന് നോക്കാം. നമുക്ക് ഈ വഴി കയറ്റാട്ടാ. നമുക്ക് മറിഞ്ഞ് 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 അറിയാതാ പറഞ്ഞ എന്റെ വണ്ടിയുടെ അടുത്ത്. ഇങ്ങോട്ട് വരണ്ട. ഓക്കെ, പതിയെ റീസെറ്റ് അടിച്ചോ ഗൈസ്. അത് ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കേട്ടാ. നമ്മളെ വണ്ടി കയറുമെന്ന് എനിക്ക് അറിയത്തില്ല. കണ്ടിട്ട് പ്രശ്നം ഇല്ലാത്ത പോലെയാണ് തോന്നുന്നത് കേട്ടാ. നോക്കാം, ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അല്ലെന്റെ പിറകെ വിട്ടുപോവാ. മരക്കുറ്റി ഇരിക്കല്ലേ, കേറി വാ. ഓ നിർത്തൻ ഓടിയാ. എടാ റിവേഴ്സ് കയറി നോക്ക്, നീ റിവേഴ്സ് കയറി നോക്ക്. അങ്ങനെ അങ്ങ് പോയി നോക്ക്, അങ്ങനെ പോയി നോക്ക്. കൺട്രോൾ നിക്കുന്നില്ല. എടാ പതിയെ കൊടുക്കടാ ആക്സിലേഷൻ. ഓ ഞാൻ ആക്സിലേറ്റർ കൂട്ടി കൊടുക്കുന്ന പ്രശ്നം. ഞാൻ ഒന്ന് കേറി നോക്കട്ടെ. നമ്മളെ വണ്ടി കേറുമെന്ന് അറിയത്തില്ല, പാറയാണ്ട് ഈ പ്രശ്നം. എന്റെ ഇതുവരെ കേറിടാ, കേറി വാടാ, അത്രേ ഉള്ളൂ. എടാ എന്റെ സ്മൂത്തായിട്ട് കേറി. പക്ഷെ ഇവിടെ ഇച്ചി സ്ട്രഗിളാട്ടോ. ഞാൻ കുറച്ചൊന്ന് കുറച്ചൊന്ന് റിവേഴ്സ് കയറ്റിയിട്ട് ഒറ്റയടിക്കും കയറ്റിയെടുത്ത് നോക്ക്. ഇല്ലടേ, അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കുന്നില്ല കൈ. ഓക്കെ, ഇവിടെ നിന്ന് കേറി നോക്കാട്ടോ. ഇവിടെ ആളിയാ പിടിക്കുന്നില്ല കേട്ടോ, ടയറ് പിടിക്കില്ല. കേറി കാണാ, പിടിക്കുന്നില്ല കേട്ടാ. സ്പീഡിൽ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ബമ്പറും കൊണ്ട് പോടെ, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഒന്നുകൂടെ കയറിയോ കേട്ടാ. ഓളിയാ കണ്ടത്ത് കയറി, കണ്ടത്ത് കയറി, കണ്ടത്ത് കയറി. ഗൈസ് നമുക്കൊന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ താഴെ ഇറങ്ങട്ടെ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് ഞാൻ ഗൈസ് നമുക്കൊന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഫോർച്യൂണർ ആണ്, മറ്റതിന്റെ അത്ര ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടിയാണ്. എടാ അവിടെ എത്തുമ്പോ ആക്സിലേറ്റർ കൂട്ടി കൊടുത്താ കേറൂല്ലേ? എനിക്ക് ബാക്ക് ബമ്പർ പോയിട്ടുണ്ട്. ഒന്ന് കേറി കിട്ടിയാ മതിയായിരുന്നു. അളെ കേറി 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 അളെ മാറി മാറി മാറി. അവിടെയാണ് ഈ പ്രശ്നം. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ കേറണം. അളെ അവിടെ നിന്ന് മാറിക്കേ. ഞാൻ പറഞ്ഞു നിന്റെ അടുത്ത് മാറാൻ. ഭാഗ്യമൊന്നും പറ്റിയില്ല വണ്ടിക്ക്. അളയെ പോവാൻ ബാബാ, അടുത്തെങ്കിലും മര്യാദക്ക് കയറാൻ നോക്കാം. പോട്ടെ 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 പോട്ടെ. എടാ ഇത് ഡയറക്റ്റ് കയറുമെന്ന് തോന്നുന്നില്ലടാ എനിക്ക്. അവൻ തന്നെ സ്ട്രഗിൾ ചെയ്യുന്നു. എടാ നീ പതിയെ കൊടുക്കടാ ആക്സിലേറ്റർ. വണ്ടി വെയിറ്റ് ഉണ്ട് കേട്ടാ. കേറോ? റിവേഴ്സ് കയറ്റുന്നു, അതാണ് നല്ലത്. അവൻ റിവേഴ്സ് കയറ്റിയാട്ടാ. നമ്മളെ വണ്ടി കയറും നോക്കട്ടെ ഡയറക്റ്റ്. ഗൈസ് ഒന്നാമതേ തടിയാണ്, തടിയിൽ വണ്ടിക്ക് ഗ്രിപ്പ് കിട്ടത്തില്ല. അടിപൊളി. ഇതിന്റെ ബമ്പറെല്ലാം പോകും കേട്ടോ ഇന്നത്തോടെ. കേറ് കേറ്. ഇതിപ്പോ മറിയും കേട്ടോ മിക്കവാറും. അയ്യോ
അളിയാ അനങ്ങുന്നില്ലടാ വണ്ടി. ഗൈസ് തൽക്കാലം നമുക്ക് ആ റൂട്ട് പിടിക്കണ്ട, നമുക്ക് തടി വേണ്ട, നമുക്ക് ഈ സൈഡ് പിടിച്ച് കയറാം. എന്നിട്ട് രക്ഷയില്ലടേ. കേറ് 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 കേറ്. ആളിയാ കേറുന്നില്ലടാ ഇത്. ബാക്കിലോട്ടും പോണില്ല, ഫ്രണ്ടിലോട്ടും പോണില്ല. ഗൈസ് ചെറുതായിട്ട് വലിച്ചെങ്കിലും കയറ്റാൻ പറ്റുമോ നോക്കട്ടെ. നമുക്ക് ബമ്പറി പിടിച്ചെന്നെ വലി. എന്ത് പറയുന്നത്? വാടേ 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 വാടേ. അളിയാ പിന്നെ ഞാൻ എന്തോ കേറണ്ടേ? കേറുന്നില്ലടി. ഞാൻ ടയർ അങ്ങോട്ട് തിരിച്ചു നോക്കട്ടെ. സാധനം കേറുന്നില്ലടാ. എന്ത് ടോർക്കറിയോ ഇതിന്. കേറി 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 കേറി. സംഭവം കേറി കേറി സംഭവം കേറി. വണ്ടി മൊത്തം പോഞ്ഞു കേട്ടാ. കുറച്ചേരത്തേക്ക് ഡിഫറൻസിൽ ഓഫ് ചെയ്തടാ. എടാ ഞാൻ കേറി ഞാൻ കേറി. നീ വണ്ടി ഇട് വണ്ടി ഇട് വണ്ടി ഇട്. ഇനി അങ്ങോട്ട് വലിയ പ്രശ്നമില്ല കേട്ടോ. കുറച്ചു ദൂരം അളിയാ. പോട്ട് 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 പോട്ട്. ഇനിയും പ്രശ്നമില്ല. വേണ്ട ഞാൻ അത് പറഞ്ഞ കാണിച്ചുതരാം. ജസ്റ്റ് ഒന്ന് ബാക്ക് എടുക്ക, ഒന്ന് ഫ്രണ്ട് എടുക്ക. എത്തി എത്തി ഇതാണ്ട് എത്തി. ഇത്രേ ഉള്ളൂ. അമ്മേ അളിയ ഒന്ന് ബാക്ക് എടുക്ക, പിന്നെ ഫ്രണ്ട് എടുക്ക. അങ്ങനെ പൊക്കോളൂ. അത് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. പോട്ട് 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 പോട്ടെ. എടാ നിക്ക് നിക്ക് നിക്ക്. ഞാൻ ഫ്രണ്ട് കയറിപ്പോ. വെയിറ്റ് 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 വെയിറ്റ്. ആ അടുത്ത ഓഫ് റോഡ് എത്തിയല്ല. അടിപൊളി. ലെറ്റ്സ് ഗോ. ആ നിന്ന് അളിയാ വാ ഇറങ്ങട്ടാ. ഫസ്റ്റ് ഇറങ്ങി പോണോ? ഗൈസ് ഈ സ്ഥലം ഭയങ്കര പ്രശ്നമാണ് കേട്ടാ. എന്റെ അമ്മേ ജീവനോടെ എത്തിയാ മതിയായിരുന്നു താഴെ. ഇപ്പോഴേ മറ്റേ ബാക്ക് ലൈറ്റ് ഹെഡ് ലൈറ്റും ബമ്പറും ഒക്കെ പോയി കേട്ടാ. എടാ ഒരുപാട് ആക്സിലേഷൻ കൊടുക്കില്ല കേട്ടാ. അല്ലേ നോക്കിയിറങ്ങിയാ നോക്കിയിറങ്ങിയാ. എന്റെ ഹെഡ് ലൈറ്റ് ഞാൻ പുറത്ത് വന്നിരിക്കുന്നടാ ഇതിന്റെ. ഒളിയാ നോക്കി വാ നോക്കി വാ നോക്കി വാ. പ്രശ്നമാണ് ഇവിടെ. വഴി അറിയാവോ ഇങ്ങോട്ടൊന്ന്? ആ എനിക്ക് അറിയാവോ കേട്ടാ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഗൈസ് ഈ റൂട്ടിന്. അളിയാ വാ നോക്കി വാ. ആ എന്തായാലും ഈ വണ്ടി പറഞ്ഞ റൂട്ടല്ല ആ വണ്ടി ഇറങ്ങി വരും കേട്ടാ. എടാ നിക്ക് ഇടിക്കില്ല 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 ഇടിക്കില്ല. ഒരു സെക്കൻഡ് ഞാൻ ഡിഫറൻസിൽ ഓൺ ആക്കി കോട്ടെ. ആ വായോ 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 വായോ. അടുത്ത ഹെഡ്ലൈറ്റ് പോകാനുള്ള സമയമായിട്ടുണ്ട്. പോലെ മച്ചാനെ. ആടാ വാ ഇറക്കി വാ ഇറക്കി വാ. ആ വഴി തന്നെ വാ. ലെറ്റ്സ് ഗോ. എന്റെ പള്ളി എന്ത് സ്ഥലമാണോ ഇത്. വണ്ടി തെറിച്ച് തെറിച്ച് നിക്കുവാട്ടാ കഴിച്ചത്. ഓ മാൻ എന്റെ ഹെഡ്ലൈറ്റും പോയി. അളിയാ മറിയല്ലേ ഗൈസ്. അങ്ങനൊരു റോഡ് കണ്ട് കുറെ നേരത്തിന് ശേഷം നമ്മള്. വരുന്നില്ലടാ വഴി. അതിന്റെ എക്സോസ് നോട്ട് കിട്ടില്ല കേട്ടാ. പൊട്ടണത് ഇവിടെ കേൾക്കാം. ഇവിടെ കേറണം നമ്മള്. കേറുക 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 കേറുക. ഇടയ്ക്കിടയ്ക്ക് നല്ല തട്ട് കിട്ടുന്നുണ്ട് കേട്ടാ. കുറെ നേരത്തിന് ശേഷം ഒരു നിരപ്പായിട്ടുള്ള റോഡ് കണ്ടടേ. ഇവിടെ ഇടിച്ച്. ഇനി ഇടിക്കാൻ സ്ഥലമൊന്നും ബാക്കിയില്ല. വെയിറ്റ് 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 വെയിറ്റ്. വളച്ചെടുക്കട്ടെ കേട്ടോ. അത് വളയുന്നില്ലടാ. ഓക്കെ വാ വായോ 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 വായോ.
വാളിയാ വാളിയാ, കേറുക കേറുക. ശ്രീഹരി, ഹലോ, എന്ത് പറ്റി? അടിച്ചു പോയാ? അളിയാ വാ 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 വാ. ഗൈസിനെ അങ്ങോട്ടുള്ള ട്രെയിൽസ് ഒക്കെ ഇച്ചിരി പ്രശ്നമാട്ടോ, പ്രശ്നമുള്ള ഏരിയ ആണ്. എടാ അങ്ങോട്ട് ഇച്ചിരി വെള്ളമുള്ള സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ട് കേറണ്ട. ഓ ഓ, വണ്ടി മിച്ചം കാണുമോ എന്തോടെ അവിടെ എത്തുമ്പോഴത്തേക്കും. അളി ഈ സ്ഥലം നീ കണ്ട? കേരള കേരള കേരള. എടാ ഒന്ന് ഒരു സെക്കൻഡ് ഒന്ന് റിവേഴ്സ് എടുത്തോട്ടെ. കേറി കേറി, ആ കേറി 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 അളിയാ കേറി. ഫ്രണ്ടിനെ ഒന്നും ഇല്ല കേട്ടാ. അല്ലെ വെയിറ്റ് 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 വെയിറ്റ്, ഒന്ന് ലെവൽ ചെയ്തോട്ടോ വണ്ടി, അല്ല കയറത്തില്ല ഇത്. നല്ല മുതുക്ക് ഏരിയ. ഓക്കെ വാ വാ. എടാ വാടാ, പിറകെ വെച്ച് പിടിച്ചോ, പേടിക്കണ്ട വാ. ഓ ലെറ്റ്സ് ഗോ. ടയർ പിടിക്കുന്നില്ല അളിയാ. വണ്ടി മറിഞ്ഞ്. ഞാനും നോക്കട്ടെ അവിടെ കേറി കേറി, കുഴപ്പമില്ല. കേറടാ കേറടാ. അമ്മോ ദാ വീണ്ടും മോള്. ഒളിയോ വണ്ടി മറിയാൻ കണക്കാട്ടാ നിക്കണേ. ഓക്കെ ഒന്ന് കേറടേ ഇങ്ങനെയെങ്കിലും. കേറി 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 കേറി. അളിയെ തള്ളി തരാൻ പറ്റുമോ അവിടെന്ന്? തള്ളിത്താ തള്ളിത്താ തള്ളിത്താ. എടാ വന്ന് പിറകെ നിൽക്കാനല്ല പറഞ്ഞ, തള്ളി തരാനാ പറഞ്ഞ. അയ്യോ വൺസ് മോർ മാർക്ക്. കേറ് കേറ്, അത്രേ ഉള്ളൂ. കേറി പിന്നല്ല. വായോ പോവാം, വാ അടുത്ത സ്പോട്ട് പിടിക്കാം. ഒരു നശിച്ച സ്ഥലം കേട്ടാ അത്. ഇവിടെയൊക്കെ കല്ലാടേ. ആ വന്ന് പോട്ട് പോട്ട് പോട്ട്, നീ പോട്ട്. ഗൈസ് ഇതൊക്കെ ഹൈ ലെവൽ വണ്ടികൾ കൊണ്ട് കയറ്റേണ്ട സ്ഥലത്താണ് കേട്ടോ നമ്മൾ ഈ വണ്ടി കൊണ്ട് കയറ്റുന്നത്. ക്രൗളറൊക്കെ വെച്ച് കയറ്റേണ്ട സ്ഥലത്തൊക്കെയാണ് നമ്മള് ഫോർച്യൂണർ കൊണ്ട് കയറ്റുന്നത്. കേറി കേറി. അത് തന്നെ ക്രൗളർ തന്നെ കയറുന്നില്ല. അല്ലെ ബാക്കിൽ ഞാനുണ്ട്. നീ കുറച്ചേരം ഞാൻ റെഡി പോവാ, വെയിറ്റ്. അവൻ മരമൊക്കെ കയറി പിടിച്ചോണ്ട് പോകുന്നു. പോട്ടെ 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 പോട്ടെ. അതാ എനിക്ക് മനസ്സിലാവാത്ത. കല്ലി കൂടെ തന്നെ കയറി പോകുന്നില്ല, അതിന്റെ ഇടയിൽ കൂടെ മരവും കൊണ്ട് വെച്ചിരിക്കുന്നു. കൈ മനുഷ്യനെ പണി ഉണ്ടാക്കാൻ വേണ്ടിട്ട്. സ്ട്രേറ്റ് നോക്കോ, കേറി പോണം. വണ്ടി ഈ വണ്ടി ഈ കോലത്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടാ, അതെന്തായാലും ഉറപ്പാണ്. ആളിയാ പോട്ടെ പോട്ടെ പോട്ടെ, അങ്ങോട്ട് തന്നെ. ഓഹോ ലൈറ്റ് പോയി, ലൈറ്റ് പോയി. ആ പോട്ട് പോട്ട് പോട്ട്. എന്റെ വണ്ടിയിലെ ഓരോ പാട്ടായിട്ട് ഇളകി പോടാ. അത് വലിയ സ്ട്രഗിൾ ഇല്ലാതെ കയറി പോകുന്നു. പോട്ട് പോട്ട് പോട്ട്. ബാക്കി റോഡെത്തി. ലെറ്റ്സ് ഗോ. അതിങ്ങനെ പതിയെ ഉരുണ്ട് 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 കയറി പോകുന്ന കേട്ടാ. നമ്മളിങ്ങനെ അളിയാ അത് ഫ്രണ്ട് എടുത്ത് പൊങ്ങി ചെലന്തി പോലെ കിടക്കുക അത് മലന്ന്. അതിനങ്ങനെ ഒരു കുഴപ്പമുണ്ട്.
ടയർ ഇങ്ങനെ വീട്ടാണ് JCB. എന്നെ ഇപ്പൊ ഒന്ന് ഇടിക്കുവായിരുന്നു. JCB കണക്കാ ഇരിക്കുന്നത് എന്റെ ടയറ്. പക്ഷെ ഒരു പ്രയോജനമില്ല. അതാണ് വേറൊരു കാര്യം. പാറ കയറാൻ മാത്രം കൊള്ളാം അങ്ങനത്തെ ഒരു സാധനം. അല്ലെങ്കിൽ ഒരു കണക്കിന് ആക്സിഡന്റ് കൊടുത്താൽ മതി കേട്ടോ. അത് പ്രാന്താണ് ആ സാധനത്തിന്. ഒരുപാട് കൊടുത്ത് അങ്ങ് മലന്ന് കിടക്കും കഴിച്ചാ വേണ്ടി. ആ കേറാ കേറാ. ഞാൻ ഇവിടെ പെട്ട് കേട്ടാ. ഇല്ല അങ്ങനെ പെടത്തൊന്നുമില്ല. സാം കേറി കേട്ടാ സാധനം. കമ്മ ഞാൻ പറഞ്ഞില്ലേ അളെ എന്റെ അടുത്തോട്ട് വരല്ലേ. ഞാനിത് എപ്പോ പോവും ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ സമാധാനം. എന്റെ വണ്ടിയുടെ ബാക്ക് നോക്കിയാടാ നീ. ആവശ്യമില്ലാത്ത സാധനം കേട്ടാ അത്. ആ ബമ്പറുള്ള പോയ സമാധാനമായിരുന്നു. ഫ്രണ്ട് വാളിയാ വാളിയാ വാളിയാ. അളയാ കേറുന്നില്ലടേ. കേറി വാ. ഞാൻ ആക്സിലേറ്റർ ചവിട്ട്. എടേ ഇവിടെ വേറെ വഴി നടക്കുന്നറേ. അളേ നിക്ക്. ഒരു സൈഡാണ്. ഇത് ബാക്ക് അടിച്ചാലും കുഴപ്പമില്ല. ബമ്പർ പോയി. ബമ്പറിന്റെ പൈസ കട്ട്. ആ വീണ്ടും മലത്ത്. രണ്ടാമത്തെ ഓട്ടം. നീ ഒറ്റയ്ക്ക് മലന്നു. എന്തിനാ എന്റെ വണ്ടിയും കൂടെ എടുത്തോണ്ട് പോണേ ആ കൂട്ടത്ത്. അല്ലേ ഞാൻ കേറി. എന്റെ പള്ളി. ചെറിയൊരു വലി കൊടുക്കാട്ടോ. അല്ല വരത്തില്ല ആശാൻ. വാ പിന്നല്ല നമ്മള് കേറി. അവൻ വീണ്ടും മലന്ന്. എടാ എന്തുവാടാ നീ ഇങ്ങനെ. എനിക്ക് ഞാൻ വെയിറ്റ് ഞാൻ ഒന്ന് വണ്ടി. ഓളിയോ അടുത്ത ഇറക്കം നീ കണ്ടാ. ആ വരട്ടെ അത്രേ ഉള്ളൂ. പതിയെ വാ. എടാ എന്ത് സ്മൂത്തായിട്ട് കയറിടാ. ഒരു കാര്യം ചെയ്യ്. ഇവിടെ നീ ഫ്രണ്ടിൽ നിന്ന് പോളിയാ. എനിക്കൊരു ധൈര്യക്കുറവ്. അല്ലേ വേണ്ട ഞാൻ പോവാ. ഇപ്രാവശ്യം ഞാൻ ഇറങ്ങാം. വെയിറ്റ് ഞാൻ തന്നെ പോവാ. ആടാ അതാ പ്രശ്നം. ഇത് സ്മൂത്തായിട്ട് ഇറങ്ങുമെന്ന് തോന്നുന്നു കേട്ടോ. നീ കൂടെ ഒന്നിച്ചിറങ്ങാം. നമുക്ക് ഒന്നിച്ചിറങ്ങാവാ. ലെഫ്റ്റിൽ കൂടെ കയറി വേണ്ടേ ഗൈസ്. ഫോർച്യൂണർ വേഴ്സസ് ഫ്രാങ്ക്ലർ. ഏത് സേഫ് ആയിട്ട് എത്തുമോ നോക്കാട്ടാ. സെറ്റ്. എടാ ഫോർച്യൂണർ കൊണ്ടുപോയി. ആടാ അവനും ഇറങ്ങിയാട്ടാ. നീ ഒരു കറക്കം ഇറങ്ങിയല്ലേ. രണ്ടും കൊരുത്തിരിക്കുന്ന. അല്ലെ വണ്ടി മാറ്റിയേ. ഗൈസ് നമ്മളെ വണ്ടി സേഫ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അല്ലെ പോവാൻ ഇവിടെ നിന്ന് പോവാ. ഇതഴുക്ക സ്ഥലം വാ. സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം നിന്റെ. ഈ വെള്ളം പ്രശ്നമില്ല. പക്ഷെ എല്ലാ വെള്ളവും അങ്ങനെ വിചാരിക്കില്ലേ. ഇപ്പൊ റേഡിയേറ്ററിൽ നിന്ന് വെള്ളമൊക്കെ വരും. അല്ല എഞ്ചിനിൽ നിന്ന് ഇപ്പൊ പുകയൊക്കെ വരും. ആ ഇതൊക്കെ കേറുന്നുണ്ട് കേട്ടാ. അളിയ ഒരു വെള്ളം എന്തോ ഇച്ചിരി പ്രശ്നമാണ് കേട്ടാ. അടാ ഇത് ഇച്ചിരി ആഴമുണ്ട് കേട്ടോ. ഇവിടെ അടുത്ത ഇച്ചിരി ആഴമുള്ളല്ലേ. നിന്റെ ഇറങ്ങിയോ? ആദ്യം നീ ഇറക്ക്. നിന്റെത് വലിയ പ്രശ്നം വരത്തില്ല. പക്ഷെ എന്റെത് ഇച്ചിരി ആഴയില്ലേ. അപ്പൊ നമുക്കും ഇറങ്ങാം. അതെ ബ്രേക്കൊക്കെ അങ്ങ് വിട്ടോളാം കേട്ടല്ല. ഇതുപോലത്തെ സ്ഥലത്ത് പണിയാണ്. അല്ലെങ്കിൽ ഈ സൈഡിൽ കൂടെ കയറ്റ. ആ സൈഡ് ആഴമുണ്ട്. ആവശ്യമില്ലാത്ത മരക്കുറ്റിയിലൊക്കെ പോയി കുടുങ്ങിക്കോളൂ. ആ റൈറ്റ് സൈഡിൽ കൂടെ കയറാ. അത് കുഴപ്പമില്ലാത്ത മരക്കുറ്റിയാ. ആ പോട്ട്. അത് നല്ല പവറുള്ള വണ്ടിയാ. ആവശ്യമില്ലാത്ത പവർ. എന്റെ പള്ളി. ഇതും പവറില്ല. അത്ര കുറവൊന്നുമല്ല. ഈ സാധനത്തിന് നല്ല പവറുണ്ട്.
ആ ബമ്പർ ഒന്ന് പോയി. നന്ദിയുണ്ടേ അളിയ, ബമ്പർ പോയി. എന്താ പോവാത്തത് ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാ ബമ്പർ അങ്ങ് പോയത്. കയറി വാ. ഇപ്പൊ ഞാൻ ഹാപ്പി ആയി. ഓഫ് റോഡ് കഴിഞ്ഞ് വരുമ്പോ ബമ്പർ പോണം കൈസ്. അതാണ് ഇവിടത്തെ നിയമം, മനസ്സിലായ? ബമ്പർ പോവാത്ത ഓഫ് റോഡൊന്നും ഓഫ് റോഡ് അല്ല ശരിക്കും പറഞ്ഞ. ഇതൊക്കെ ഊരി വെച്ചിട്ട് വരേണ്ട സാധനമാണ്. വണ്ടി ആയിട്ട് തന്നെ ഊരി. അളിയ കുറച്ച് സ്ഥലം തന്നാ ഞാൻ കയറി വരുന്നു. നീ എന്നെ 100 രൂപ കമത്തിയിടാതെ. അത്രേ ഉള്ളൂ. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കേറ്. ഇത് ചെറുതായിട്ടൊന്ന് കൊടുക്കുമ്പോ തന്നെ നല്ല എടാ ഇത് ഒരു കണക്കിന് കൊടുക്കാട്ടാ. കാലൊന്ന് പയ്യെ വെച്ചാ മതി, അത് കേറിക്കോളും. അണങ്ങുന്നില്ല ഗൈസ്. കേറി വാ. എടാ എന്റെ നമ്പർ പ്ലേറ്റ് ഇരിക്കുന്ന നോക്കിയേ. അടേ എന്റെ പേര് കമന്ന് കിടക്കുന്ന അതില്. അതിന്റെ സൗണ്ട് പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. റിവേഴ്സ് ആയോ? അല്ലല്ല, ഞാൻ എന്നെ തന്നെ പറഞ്ഞതാ. ഇനി എവിടെ വേണേ കയറി പോകും കേട്ടോ. നേരത്തെ ബമ്പർ ഫ്രണ്ടി ഒന്ന് ഇടിക്കുവായിരുന്നു. ഇനിയിപ്പോ ആ വിഷയം പറഞ്ഞില്ലല്ലോ. കേറി വാ. കണ്ടാ സ്മൂത്തായിട്ട് കയറി വന്നോളൂ എവിടെ വേണേലും. അല്ല പിന്നെ കേറി. ഇനി കണ്ണാടി കൂടെ മാത്രമേ പോവാള്ളൂ വണ്ടിയിൽ. അതൊക്കെ എത്തോടാ, തീരാറായി പേടിക്കണ്ട. ഞാൻ വലിയ വള്ളിയൊന്നും പിടിക്കാറില്ല, നിനക്കറിയാല്ല. അതെ ഇത് വളരെ ചെറിയ വള്ളിയായി. കേറി പോടേ ഒന്ന്. കുറെ നേരം എവിടെ കിടന്ന് സ്റ്റക്കായി നിൽക്കുന്നു. എടുത്തെറിഞ്ഞോണ്ട് പോട്ടാ കൈസ്. വണ്ടി ഒന്ന് നോക്കണ്ട, അങ്ങ് എടുത്തോണ്ട് പോട്ടാ. ഞാൻ ഇങ്ങനെ വണ്ടി കയറിയത് ഓടിക്കണോണ്ടാ. എന്നിട്ടും പോയി ബമ്പർ. 5-6 ഉരുളേണ്ട സമയം കഴിഞ്ഞ. അല്ലെങ്കിൽ ഇറങ്ങിക്കോ കുഴപ്പമില്ല, ഇറങ്ങിക്കോ. അല്ലെ ഇറങ്ങിക്കോടാ. ഇതോടെ തീർന്ന്. നമ്മളെത്തി ഗ്രൗണ്ട് എത്തി. അവിടെ എത്തിയിട്ട് വേണം വണ്ടിയുടെ ഏതൊക്കെ പാർട്ട് പോയെന്ന് ചെക്ക് ചെയ്യാൻ. ഇന്റർവ്യൂ വ്യൂ കണ്ടാ? അയ്യോ, ഇന്റർവ്യൂ ഒന്നും കാണാൻ പറ്റില്ലടേ, സൂര്യപ്രകാശം അടിച്ച്. അളിയാ നമ്മൾ കുടുങ്ങി. ഇറങ്ങി വാ. ലെറ്റ്സ് ഗോ ഗൈസ്. ഫൈനലി നമ്മള് അതിന്റെ സൗണ്ടാണ് മോനെ സൗണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു വിസിൽ സൗണ്ട് കൊടുക്കും കേട്ടാ, അതാണ് സൗണ്ട്. എടാ ഞാൻ ഈ സാധനം ഒന്ന് ഇളക്കി കളയട്ടെ. കുറെ നേരമായി പണ്ടാര് ഇതിനകത്ത് കയറി ഇരിക്കുന്നു. പോ. ഇളക്കി കളയാൻ പറ്റുന്നില്ല ഗൈസ്, അല്ലെങ്കിൽ ഞാൻ ഇളക്കി കളയുമായിരുന്നു. എടാ വണ്ടിയിൽ നിന്ന് പുക വന്ന് തുടങ്ങി. എനിക്കിനി അധിക നേരം ഓടിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഇട്ട്. മിക്കവാറും വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാളാവും കേട്ടാ. പോട്ടെ. ഒരു സൈഡ് ഇല്ല കേട്ടാ. നമ്മൾ ബാക്ക് ബമ്പറും ഫ്രണ്ട് ബമ്പറും ഊരി വെച്ച പോലെയാ. രണ്ടും ഇളകിപ്പോയി ഗൈസ്. മൊത്തം പാറയാണ്ടാണ് കേട്ടാ, മണ്ണായിരുന്നു. ലെറ്റ്സ് ഗോ. ഓളിയോ ഫൈനലി റോഡ് എത്തിയടേ. ലെറ്റ്സ് ഗോ. ബാ റോഡിൽ പോവാം ബാ. തീർന്നില്ലേ? തീർന്നില്ല, ഇനിയും ഉണ്ട്. എവിടെ? ഇല്ല തീർന്ന്. നീ പോയിട്ടേ ഞാൻ പോണുള്ളൂ. വണ്ടി ഏതെങ്കിലും നിരപ്പായിട്ടുള്ള സ്ഥലത്ത് ആദ്യം ഒതുക്കി നിർത്താം.